ഹേയ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ദേ പാഞ്ചാലി മേട്ടിലോട്ട് പോകുവാണ്. ആൻറ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാഞ്ചാലി മേട്. ഒരു 1 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് കാണത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് പാഞ്ചാലി മേടിൻ്റെ അകത്തോട്ട് പോകുവാണ്. അപ്പോൾ ഇതാണ് എൻട്രി. അങ്ങനെ ദേ അകത്ത് കയറി ഗൈസ്. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല കോടമഞ്ഞായിരുന്നു. പക്ഷേ ഉച്ച സമയമാണെങ്കിലും നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴത്തേനും ഇവിടെ ഇത്ര അപ്ഡേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര അപ്ഡേഷൻസ് ഈ കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഇവിടെ ഇത്രയും പുരോഗമനമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളിതേ മുകളിലോട്ട് പോയേ. ഞങ്ങളവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അവിടെ കയറാനായിട്ടാണ് ദേ ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളിത് സിപ്പ് ലൈനിൻ്റെ താഴത്തെത്തി. അപ്പോൾ സിപ്പ് ലൈനിൽ ഞാൻ കയറിയായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ വൈഡായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഫോൺ അലൗഡ് ആയിരുന്നു, പക്ഷേ നമ്മുടെ സ്വന്തം റിസ്കിൽ മാത്രമേ നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചെടുത്തത് കൊണ്ട് എനിക്ക് ചരിച്ച് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈനിലൊക്കെ കയറി അങ്ങനെ ഇറങ്ങിയതേ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി. കാണുന്ന മല കണ്ടോ, അത് കുരിശുമലയാണ്. അപ്പോൾ ഞങ്ങളിതേ അതിൻ്റെ മുകളിലോട്ട് കയറും. അപ്പോൾ ഇവിടെ ഫുള്ള് കാണുന്ന കണ്ടോ, ഇവിടെ ഒരുപാട് മണ്ഡപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ നടന്ന് ഏറ്റവും മുകളിലെത്തിയേ. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ഉള്ളവരെല്ലാം കുരിശുമല കയറാനായിട്ട് ഇവിടെയാണ് വരുന്നത്. അങ്ങനത്തെ ഫോട്ടോയൊക്കെ എടുക്കുന്നതിനായിട്ട് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നേ. ഞങ്ങൾ 3 പേരും കൂടെ അതിൽ കയറി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി, നന്നായിട്ട് തല കറങ്ങിയപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. കാണുന്നത് പാഞ്ചാലി ഇരുന്ന കിടന്ന കല്ലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇവിടെ ഈ സ്ഥലത്തിന് പാഞ്ചാലി മേടെന്ന് പേര് വരാൻ കാരണം യുദ്ധസമയത്ത് പാണ്ഡവരും പാഞ്ചാലിയും ഒക്കെ ഇവിടെ താമസിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാഞ്ചാലി മേടെന്ന് ഇവിടെ പറയുന്നത്. പാഞ്ചാലി മേടപ്പം സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാനം കുമ്മളി റൂട്ടിലാണ്. അവിടുന്ന് കുട്ടിക്കാനം എത്തുന്നതിന് മുന്നേ ഉള്ളിലേക്ക് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാഞ്ചാലി മേട്ടിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ദേ ആ ദൂരെ കാണുന്നത് കണ്ടോ ഗൈസ്, അതാണ് മറ്റേ സിപ്പ് ലൈനിൽ നമ്മൾ അവിടുന്ന് കയറിയാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നത്. അപ്പോൾ ദേ ഓരോരുത്തരൊക്കെ സിപ്പ് ലൈനിൽ പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ നല്ലപോലെ കാണാവേ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കയറി നമ്മൾ അങ്ങനെയാണ് ഇവിടെ മേളിലോട്ട് വന്നത്. അപ്പോൾ ദേ ഞങ്ങളപ്പോൾ ഈ മേളിൽ നിന്ന് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങുക. കുറച്ച് നേരമൊക്കെ ഇരുന്നേ, നടന്ന് കുഴഞ്ഞത് കൊണ്ട് കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഇവിടെ കാണാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. അവിടെ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങളിതേ താഴത്തോട്ട് എത്തി. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതേ ചായ കുടിക്കാനായിട്ടാണ് വന്നത്. ആൻറ്റി നമുക്ക് ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പഴംപൊരിയും ചായയൊക്കെ കുടിക്കുവാണ്. അങ്ങനെ ഞങ്ങളിത് ചായയായിട്ട് പുറത്തേക്ക് പോയേ. ഇപ്പോൾ ഈ വ്യൂ കണ്ടോ, ചായയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ടാണ് ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആൻറ്റിയൊക്കെ ആയിട്ട് അവിടെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ച സമയമാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്, ആൻറ്റിയുടെ കൂട്ടുകാരത്തികളാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ്. ആൻറ്റി അപ്പം ഞങ്ങളുടെ കൂടെ വന്നില്ലേ. ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനി ആൻറ്റി വരത്തുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. കണ്ടോ, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പാഞ്ചാലി മേട്. അതുകൊണ്ട് ഞങ്ങളിത് കണ്ടോ കുറച്ച് നടന്ന് അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ഇവരുടെ വീടെത്താനായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.